നമസ്കാരം. ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എന്നുള്ളത്. പ്രപഞ്ചത്തിൻ്റെ ശക്തി ഈ ഭൂമിയിൽ കൂടുതൽ നിലനിൽക്കുന്ന ഒരു ദിവസമായിട്ടാണ് 12-12 എന്നുള്ള ഈ ഒരു ദിവസത്തെ കണക്കാക്കുന്നത്. അതുമാത്രമല്ല, ഈ വർഷത്തെ അവസാനത്തെ പോർട്ടൽ ഓപ്പൺ ആകുന്ന ഒരു ദിനം കൂടിയാണ് ഇന്ന്. ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇന്ന് ഉച്ച സമയം 12 മണി മുതൽ 12:59 വരെയുള്ള സമയത്ത് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച്. പക്ഷേ പലരും അത് ചെയ്യുവാൻ സാധിച്ചില്ല. ഞങ്ങൾക്ക് ആ ഒരു സമയം കടന്നു പോയി എന്നെല്ലാം പറയുന്നവരുണ്ട്. എങ്കിലും ഇന്നു രാത്രി 11:59 വരെയും നമുക്ക് സമയമുണ്ട്. പക്ഷേ ചിലർക്കെങ്കിലും അതിന് സാധിക്കുന്നില്ല എന്ന് പറയുന്നവർ, ഞങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യുവാനോ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എഴുതുവാനോ സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നവർ, ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ തീർച്ചയായും ചെയ്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് നിറവേറ്റിയെടുക്കാം എന്ന് പറഞ്ഞാൽ അത് പലർക്കും വിശ്വസിക്കുവാനാകാത്ത ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ ഇവിടെ പറയുന്നത്, തീർച്ചയായും നമ്മുടെ ഏതൊരു ആഗ്രഹങ്ങളാണെങ്കിലും, നിറവേറി കിട്ടുവാൻ വൈകി കിടക്കുന്ന ആഗ്രഹങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ വർഷങ്ങളായി നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹങ്ങളാണെങ്കിലും, അല്ല പെട്ടെന്ന് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും അത് കാണുവാനിടയായി അത് എനിക്കും വേണമെന്ന് ആഗ്രഹിക്കാത്തവർ കുറവായിരിക്കും. ഒരു വാഹനമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നല്ല വസ്ത്രങ്ങളായിക്കോട്ടെ, അതുമല്ലെങ്കിൽ അവർ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നു, അവർ വിദേശത്തേക്ക് പോകുന്നു, എനിക്കും അതിന് ആഗ്രഹമുണ്ട്, എനിക്കതിന് കഴിയുന്നില്ലല്ലോ, അതിനുള്ള സാമ്പത്തിക സ്ഥിതി എനിക്കില്ലല്ലോ എന്നെല്ലാം ഓർത്ത് വിഷമിക്കുന്നവർ, തീർച്ചയായും നിങ്ങൾ ഏതു കാര്യങ്ങളാണ് ആഗ്രഹിച്ചിരിക്കുന്നത് എങ്കിലും ആ കാര്യങ്ങളെല്ലാം ഇന്നത്തെ ഈ ഒരൊറ്റ ദിവസം നിങ്ങൾ ഇത് ചെയ്യുന്നത് മുഖാന്തരം നിറവേറി കിട്ടും. അത് ഉറപ്പായ ഒരു കാര്യമാണ്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ വർഷത്തെ അവസാനത്തെ മാനിഫെസ്റ്റേഷൻ ഡേ ആണ് ഇന്ന്. അതായത് പോർട്ടൽ ഓപ്പൺ ആകുന്ന ഒരു ദിവസമാണ്. ഈ 12-12 എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ ഏതൊരു സ്റ്റേജിലാണോ നിൽക്കുന്നത് അതിൽ നിന്നും അടുത്ത സ്റ്റേജിലേക്ക്, അതായത് ഉയർച്ചയിലേക്ക് പോകുവാൻ സാധിക്കുന്ന ഒരു നമ്പറാണ്. ഏതൊരു മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളാണെങ്കിലും, സ്വിച്ച് വേർഡുകളാണെങ്കിലും, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളാണെങ്കിലും, അത് എങ്ങനെ നമ്മൾ ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും നമുക്കതിൻ്റെ ഫലം നേടിയെടുക്കുവാൻ സാധിക്കുന്നത്. അതായത് വിശ്വാസത്തോടു കൂടി നമ്മൾ ഏതു കാര്യങ്ങൾ ചെയ്താലും തീർച്ചയായും അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. എൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ തന്നെയാണ് പല പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ തെളിവ് സഹിതം നമ്മുടെ വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ എത്രമാത്രം ഈ പ്രപഞ്ചത്തെ വിശ്വസിക്കുന്നുവോ ആ പ്രപഞ്ചം അത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മളിലേക്ക് എത്തിച്ചു തരും. നമ്മൾ അതിയായി ഏതു കാര്യത്തിലേക്കാണോ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആ കാര്യം നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ ഇനി അധിക ദിവസം ഈ പ്രപഞ്ചം നമ്മളെ കാത്തു നിർത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ പല ആഗ്രഹങ്ങളുണ്ടാകും. ചിലർക്ക് വീടായിരിക്കും, ചിലർക്ക് വാഹനമായിരിക്കും, ചിലർക്ക് ജോലിയായിരിക്കും, ചിലർക്ക് പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങളായിരിക്കും, ചിലർക്ക് പണമായിരിക്കും. ഇങ്ങനെ എന്തും തന്നെ ആകട്ടെ, നമ്മളിപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് പണം തന്നെയാണ്. ആ പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു വാഹനം വാങ്ങിക്കണമെങ്കിലും പണം ആവശ്യമാണ്, ഒരു വീട് വെക്കണമെങ്കിലും പണം ആവശ്യമാണ്, വിദേശത്തേക്ക് ജോലിക്ക് പോകണമെങ്കിലും നമുക്ക് പണം ആവശ്യമാണ്. അങ്ങനെയുള്ള പണത്തെ നമുക്ക് ഇതുപോലുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കും. അത് എങ്ങനെ എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത്. ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണ്, നോൺ വെജ് കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ തരത്തിലുള്ള മെത്തേഡുകൾ, ടെക്നിക്കുകൾ ഫോളോ ചെയ്യുന്നുണ്ട്, ഇനി ഇതും ചെയ്യാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ ഏതൊരു മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും സാരമില്ല. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ആദ്യം തന്നെ പറയാം, ഏതൊരു മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളും ചെയ്യാൻ സാധിക്കാത്തവർ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ നിമിഷം ഈ വീഡിയോ കാണുന്ന ഈ സെക്കൻഡിൽ തന്നെ ഒരു പേന എടുക്കുക. നമ്മുടെ ഇടതു കയ്യിൽ, നിങ്ങൾ വലതു കൈ കൊണ്ട് എഴുതുന്നവരാണെങ്കിൽ ഇടതു കയ്യിൽ, ഇടതു കൈ കൊണ്ട് എഴുതുന്നവരാണെങ്കിൽ വലതു കയ്യിൽ, ഞാൻ ഇവിടെ പറയുന്ന ഈ നമ്പരും ഈ ഒരു വാക്കും നമ്മുടെ കൈകളിൽ എഴുതാവുന്നതാണ്. ഇത് ഏതെങ്കിലും ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് വേണം എഴുതുവാനായിട്ട്. ഇതിനായിട്ട് എന്തെങ്കിലും സമയം ഒതുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഒരു 5 മിനിറ്റ് കണ്ണുകൾ അടച്ചിരിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വേണ്ട. ഏതൊരു സമയത്താണോ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോൾ തന്നെ ഒരു പേനയെടുത്ത് നിങ്ങളുടെ ഉള്ളം കയ്യിൽ നിങ്ങൾ ഇത് എഴുതാവുന്നതാണ്. ഇന്ന് രാത്രി 12 മണി വരെയും സമയമുണ്ട്. ഏതൊരു സമയത്ത് വേണമെങ്കിലും ഇത് എഴുതാം. ആ ഒരു വാക്കും നമ്പരും ഇതാണ്: ടാപ്പ്, TAP, ടാപ്പ് 1212, ടാപ്പ് 1212,
ഈ ഒരു വാക്കും ഈ നമ്പരും മാത്രം നമ്മുടെ കൈകളിൽ ഇന്ന് എഴുതിയാൽ മതി. ഇനി അതുപോലെ തന്നെ ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ നിങ്ങൾക്ക് സമയം കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ സംഖ്യ എഴുതാത്തവരാണെങ്കിലും അല്ല ഇത് എഴുതിയവരാണെങ്കിലും ഇനി വേറെ ഏതെങ്കിലും മെത്തേഡുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിലും സാരമില്ല, ഒരു 5 മിനിറ്റ് നമുക്ക് ഇന്നത്തെ മാനിഫെസ്റ്റേഷന് വേണ്ടി മാറ്റിവെക്കാവുന്നതാണ്. സമയമുള്ളവർ തീർച്ചയായിട്ടും ഇന്നത് ചെയ്യേണ്ടതാണ്. ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷനാണ്. അതിനുവേണ്ടി നിങ്ങളൊരു കാൻഡിൽ, ഒരു മെഴുകുതിരി, വെളുത്ത നിറത്തിലുള്ളതാണെങ്കിലും ശരി, ഇനി വേറെ കളറിലുള്ളതാണെങ്കിലും ശരി, അതൊന്ന് എടുക്കാവുന്നതാണ്. എടുത്ത് നമ്മുടെ ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ടോ ഹാളിൽ ഇരുന്നു കൊണ്ടോ ഇനി നിങ്ങൾക്ക് എവിടെയാണോ സ്വസ്ഥമായി ഇരുന്നു കൊണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുവാൻ സാധിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്താണോ അത് നിങ്ങൾ ഒരു ബിരിയാണി ഇലയിൽ എഴുതുക. ആ ഇലയുടെ ഒരു വശത്ത് നിങ്ങളുടെ ഒരാഗ്രഹം, അത് ഏറ്റവും വലിയൊരു ആഗ്രഹമായിക്കോട്ടെ, അത് നിറവേറി കിട്ടിയതായി സങ്കല്പിച്ച് നിങ്ങളൊരു ഉണങ്ങിയ ബിരിയാണി ഇല എടുക്കുക. ഇനി അഥവാ ബിരിയാണി ഇല കിട്ടാത്തവരുണ്ടെങ്കിൽ, ബിരിയാണി ഇല കിട്ടാത്ത പക്ഷത്തിൽ മാത്രം നമുക്ക് വരയിടാത്ത ഒരു പേപ്പർ എടുത്ത് അതിനെ ഒരു ചെറിയ കഷ്ണമാക്കി കീറി അതിൽ നമുക്ക് ഒരു വശത്ത് നമ്മുടെ ആഗ്രഹം നിറവേറി കിട്ടിയതായി സങ്കല്പിച്ചുകൊണ്ട് എഴുതി വയ്ക്കാം. ഇത് നീല നിറത്തിലുള്ള മഷിയോ പച്ച നിറത്തിലുള്ള മഷിയോ ചുവന്ന നിറത്തിലുള്ള മഷിയോ എടുക്കാം. കറുത്ത നിറത്തിലുള്ള മഷിയുള്ള പേന മാത്രം എടുക്കരുത്. ഇത് നമ്മൾ എഴുതി വയ്ക്കാം. ഇനി ആ ഇലയുടെയോ അല്ലെങ്കിൽ പേപ്പറിൻ്റെയോ മറുവശത്ത് നിങ്ങളുടെ പേര് മുഴുവനായും എഴുതുക. നിങ്ങൾ വീട്ടിൽ വിളിക്കുന്ന പേര് എഴുതരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇനീഷ്യലോടുകൂടിയുള്ള പേര് നിങ്ങൾ അവിടെ എഴുതേണ്ടതാണ്. ഇങ്ങനെ എഴുതി നമ്മൾ തറയിൽ ഇരിക്കുക. തറയിൽ തന്നെ ഇരിക്കുക. ഒരു ചെറിയ തുണിയോ അല്ലെങ്കിൽ ഒരു പലകയോ അല്ലെങ്കിൽ ഒരു പുൽപ്പായോ വിരിച്ചിരിക്കാൻ സാധിക്കുമെങ്കിൽ അതിലിരുന്നു കൊണ്ട് നമ്മുടെ മുന്നിൽ ഒരു മൺവിളക്കെടുക്കുക. അതിന് മുകളിൽ ഈ മെഴുകുതിരി കത്തിച്ചു വെക്കുക, അല്ലെങ്കിൽ തറയിൽ തന്നെ കത്തിച്ചു വെക്കുക. ഇങ്ങനെ കത്തിച്ചു വെച്ചതിനു ശേഷം നമ്മൾ കയ്യും മുഖവും കഴുകിയതിനു ശേഷമായിരിക്കണം ഇരിക്കേണ്ടത്. നമ്മൾ വളരെ പതുക്കെ നമ്മുടെ ശ്വാസം ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം വളരെ പതുക്കെ കണ്ണുകൾ അടച്ചിരിക്കുക. കണ്ണുകൾ അടച്ച് നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ചിന്താഗതികൾ, നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളെല്ലാം നമ്മളൊന്ന് ശുദ്ധമാക്കി പോസിറ്റിവിറ്റി നിറയ്ക്കുവാൻ വേണ്ടിയാണ് ആ ഒരു 2-3 നിമിഷം നമ്മളിങ്ങനെ കണ്ണുകൾ അടച്ച് സമാധാനത്തോടു കൂടി നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം നിറവേറി കിട്ടിയതുപോലെ നമ്മൾ സങ്കല്പിക്കുക. ആദ്യം മുതൽക്ക് നമ്മൾ സങ്കല്പിക്കണം. അതായത് നമ്മളത് നേടിയെടുക്കുന്നതും ആ നേടിയെടുത്തതിലൂടെ നമുക്ക് എത്രമാത്രം സന്തോഷം അനുഭവപ്പെടുന്നത്, നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ എത്രമാത്രം അംഗീകരിക്കുന്നുണ്ട്, അതിനുവേണ്ടി അഭിനന്ദിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചിന്തിക്കുക. കണ്ണു തുറക്കാതെ തന്നെ അത് ചിന്തിക്കണം. ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ച് വരുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമുക്കതൊന്ന് വിഷ്വലൈസ് ചെയ്യുവാൻ സാധിക്കും. അതായത് നമ്മുടെ കൺമുന്നിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം ഇപ്പോഴുണ്ട്. നമ്മുടെ മനസ്സിൽ ആ കാര്യം കൂടുതൽ നിറവേറി കിട്ടിയ ആ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ നമ്മുടെ കൺമുന്നിലും നമ്മുടെ മനസ്സിലും ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മുടെ ചുണ്ടുകളിൽ ഒരു ചെറിയ പുഞ്ചിരി വിടരും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മളിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞു എന്നുള്ള ആ ഒരു മനോഭാവം, ആ ഒരു ചിന്താഗതിയും നമ്മളിലേക്ക് വന്നു ചേരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആരോടാണ് നന്ദി പറയേണ്ടത്? ഈ പ്രപഞ്ചത്തോട്. ഈ പ്രപഞ്ചമാണ് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് എത്തിച്ചു തന്നിരിക്കുന്നത്. നമ്മുടെ പ്രയത്നത്തിൻ്റെ ഫലമായാണ് നമ്മളിത് നേടിയെടുത്തിരിക്കുന്നത്. ഒരിക്കലും പ്രപഞ്ചത്തോട് നമ്മൾ ഏതൊരു കാര്യങ്ങളാണെങ്കിലും എനിക്ക് തരുമോ എന്ന് ചോദിക്കരുത്. മറിച്ച് നമ്മൾ പ്രപഞ്ചത്തോട് ഓർഡർ ചെയ്യുകയാണ്. നമ്മളിവിടെ വലിയൊരു കിങ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്യൂനായിട്ടോ ആണ് കാണപ്പെടുന്നത്. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ ഈ പ്രപഞ്ചത്തിൻ്റെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തോട് നമ്മൾ ചോദിക്കുകയാണ്. എനിക്ക് വേണം എന്നാണ് നമ്മൾ പറയേണ്ടത്. അങ്ങനെ നമ്മൾ ഒരിക്കലും പ്രപഞ്ചത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തിയല്ല നിൽക്കേണ്ടത്, ആജ്ഞാപിക്കുക തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പ്രപഞ്ചം അത് തന്നു കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ താങ്ക് യു എന്ന് പറയുക. ആര് എന്തു തന്നാലും നമ്മളൊരു താങ്ക് യു എന്ന വാക്കുകൊണ്ട് അതിൽ അവർക്കും സന്തോഷമാകും, പറയുന്ന നമുക്കും സന്തോഷമാകും. അതുകൊണ്ട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാം. അതുമാത്രമല്ല, ഞാൻ ഒരു കോടീശ്വരിയായി ജീവിക്കുന്നു, ഞാൻ ഒരു മണി മാഗ്നറ്റാണ്, ഞാൻ സമ്പന്നതയുടെ നെറുകിൽ നിൽക്കുന്നവരാണ്, എന്നെ തേടി പണം വന്നുകൊണ്ടിരിക്കുന്നു,
ഈ പണം മുഖാന്തരം ഞാൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി എടുത്തുകൊണ്ടിരിക്കുന്നതിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞാൻ ഒരു മണി മാഗ്നറ്റാണ്, ഞാൻ ഒരു മണി മാഗ്നറ്റാണ്, ഞാൻ ഒരു മണി മാഗ്നറ്റാണ് എന്ന് പറയുക. ഇങ്ങനെ പറയുമ്പോൾ പണം നമ്മളിലേക്ക് വരുന്നത് പോലെയും നമ്മുടെ ബാഗുകളിലും പേഴ്സുകളിലും നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നത് പോലെയും അതിൽ നമുക്ക് എത്ര രൂപയാണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ക്രെഡിറ്റ് ആകുന്നത് പോലെയും എല്ലാം നമ്മളൊന്ന് സങ്കല്പിക്കുക. വിഷ്വലൈസ് ചെയ്യുവാനായിട്ട് നമുക്ക് ആരോടും പണം കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചാൽ മാത്രം മതി. അങ്ങനെ നമ്മൾ ആവശ്യപ്പെട്ട തുക നമ്മളെ തേടി വരുന്നു. നമ്മൾ അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഒരു സ്വന്തമായി വീട് വയ്ക്കുന്നു, പുതിയ വാഹനം വാങ്ങിക്കുന്നു, വിദേശ യാത്ര പോകുന്നു. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം നേടിയെടുക്കുന്നു. ഇങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പേപ്പറിൽ അല്ലെങ്കിൽ ഈ ബിരിയാണി ഇലയിൽ എഴുതിയിരിക്കുന്ന ആ ഒരു ആഗ്രഹവും കൂടി നമുക്കിവിടെ പറയാം. അത് അവസാനം പറഞ്ഞാൽ മതി. അതിനു മുന്നേ നമ്മൾ പണത്തെ സ്വീകരിക്കുന്നത് പോലെ, സ്വന്തമായ വീട്ടിലിരിക്കുന്നത് പോലെ, സ്വന്തമായ വാഹനം നമുക്ക് കിട്ടിയതുപോലെ എല്ലാം നമ്മൾ പറഞ്ഞു താങ്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അവസാനം നമ്മൾ ഈ ഇലയിൽ എഴുതിയിരിക്കുന്ന ആ ഒരു നമ്മുടെ ഏറ്റവും വലിയ നടക്കാതെ ഒരുപാട് കാലമായി കാത്തിരിക്കുന്ന ആഗ്രഹം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ കാര്യം ആ ഇലയോ പേപ്പറോ കയ്യിലെടുത്തുകൊണ്ട് അത് നമ്മുടെ കൈകളിൽ വെച്ച് നമ്മൾ എന്താണോ എഴുതിയിരിക്കുന്നത് അത് നിറവേറി കിട്ടിയതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് അതുപോലെ തന്നെ പറഞ്ഞ് ഈ പ്രപഞ്ചത്തോട് വീണ്ടും താങ്ക് യു എന്ന് പറയാവുന്നതാണ്. നിങ്ങൾ എങ്ങനെയാണോ എന്താണോ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ പറഞ്ഞ് നിങ്ങളൊരു 11 പ്രാവശ്യം ഇത് പറയുക. അതേ രീതിയിൽ ഞാൻ ആഗ്രഹിച്ച വാഹനം എന്നിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള ഒരു സ്വപ്നഗ്രഹം എനിക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞു എന്നിങ്ങനെ പോസിറ്റീവായിട്ടുള്ള വേർഡ്സാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അത് അതുപോലെ തന്നെ പറഞ്ഞ് നമ്മുടെ മുന്നിലുള്ള ആ മെഴുകുതിരിയിൽ നമ്മൾ ഈ ഒരു പേപ്പറാണെങ്കിലും ഇലയാണെങ്കിലും കത്തിച്ച് ഒരു 2 മിനിറ്റ് അതിന് നമ്മൾ ആ ചാമ്പൽ അവിടെ നമുക്ക് വെക്കാം. ഒരു പഴയ മൺവിളക്കോ അല്ലെങ്കിൽ പഴയ പാത്രമോ എടുത്ത് വളരെ സൂക്ഷിച്ച് ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ചാമ്പൽ നമ്മുടെ വീടിന് വെളിയിൽ കൊണ്ടുപോയി ഈ പ്രപഞ്ചത്തിൻ്റെ മുന്നിലേക്ക് ഊതിവിടാം. അതായത് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ ഈ അഗ്നിയിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ ആഗ്രഹം ഈ പ്രപഞ്ചത്തിലേക്ക് പറത്തി വിടുകയാണ് ചെയ്യുന്നത്. ഈ പ്രപഞ്ചം അതുപോലെ തന്നെ നമ്മൾ സമർപ്പിച്ച അഗ്നി എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടിയും നമ്മുടെ ആഗ്രഹം ഉടനടി നിറവേറ്റി എന്ന പരിപൂർണ്ണ വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ മെഴുകുതിരിയെല്ലാം അണച്ച് മാറ്റി വെച്ച് കിടന്നുറങ്ങാൻ പോകാവുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും ഇന്ന് ഒരുപാട് സമയമുണ്ട്. ഈ വീഡിയോ ഒരു 8 മണിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 9, 10, 11, 12 മണി 4 മണിക്കൂർ സമയമുണ്ട്. ഇതിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് റൈറ്റിംഗ് മെത്തേഡാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ 12 പ്രാവശ്യം നിങ്ങളുടെ ഒരു ആഗ്രഹം നിറവേറി കിട്ടിയതുപോലെ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് എഴുതാം. അല്ലെങ്കിൽ ടാപ്പ് 1212 എന്ന് എഴുതാം. അല്ലെങ്കിൽ മിറർ ടെക്നിക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഒരുപാട് ടെക്നിക്കുകളെ കുറിച്ച് ഇന്ന് ചെയ്യുവാനായിട്ട് പറയുന്നുണ്ട്. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു ദിവസമായതു കാരണമാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം നിറവേറി കിട്ടുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് പോലും. അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ ഇന്നു രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഈ ഒരു മെത്തേഡ്, ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഉടൻ തന്നെ നിറവേറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.